ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. മഫ്തി പോലീസിന് 8ന്റെ പണിയോർത്ത് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് ഏത് നിയമപ്രകാരമാണ് മഫ്തി പോലീസ് എന്നൊരു കാര്യം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയിട്ടുള്ളത് മഫ്തി പോലീസ് ഒരുപാട് ഇഷ്യൂസസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇവർ സിവിലിയൻ ഡ്രസ്സിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ ഇവർ ഇടപെടുകയും എന്നാൽ അവർ പോലീസാണെന്ന് ഉള്ള കാര്യം ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് അവർ പോലീസാണെന്നുള്ള കാര്യം ആൾക്കാർ ചിലപ്പം റെക്കഗ്നൈസ് ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മഫ്തി പോലീസ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് കോടതി ചോദിച്ചിട്ടുള്ളത് BNSSലോ അല്ലെങ്കിൽ കേരള പോലീസ് ആക്ടിലോ ഏതെങ്കിലും നിയമത്തിൽ ഈ മഫ്തി പോലീസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു നിയമത്തിലും മഫ്തി പോലീസിനെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്യൂട്ടി വേണം, പക്ഷെങ്കിൽ ഡ്യൂട്ടി ലിമിറ്റ് ചെയ്തിട്ട് ഏതാനും എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മഫ്തി പോലീസിനെ ഉപയോഗിച്ചാൽ മതി എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ മഫ്തി പോലീസ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവർ സിവിലിയൻ ഡ്രസ്സിലായിരിക്കുമല്ലോ, അപ്പോൾ അവരുടെ ഐഡന്റിറ്റി കാർഡ് അവരുടെ കയ്യിൽ തന്നെ വേണം. അതുപോലെ തന്നെ അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡേഴ്സും, അതായത് സ്പെഷ്യൽ ഓർഡേഴ്സും അവരുടെ കയ്യിൽ വേണമെന്നാണ് പറഞ്ഞത്. ഇനി ഈ സിവിലിയൻ ഡ്രസ്സിലുള്ള മഫ്തി പോലീസ് ഏതെങ്കിലും ഇഷ്യൂയിലേക്ക് ഇടപെടുന്നതിന് മുമ്പായി ആളുകൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതായത് അവരുടെ ഐഡന്റിറ്റി കാർഡും ഇതുപോലെ തന്നെ ഇവരുടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള അതോറിറ്റിയുടെ ഓർഡേഴ്സും ഒക്കെ വെച്ചിട്ട് അവർ മഫ്തിയിലാണ് ഉള്ളത്, അവർ സർവീസിൽ അതായത് ഓൺ ഡ്യൂട്ടിയിലാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം ആദ്യം ജനങ്ങളെ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് മഫ്തി പോലീസിന് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുള്ള വാണിംഗ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്. ഈ കാര്യങ്ങളൊക്കെ പാലിക്കണമെന്നാണ് മഫ്തി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.